ഇത് കപ്പയും ചോറും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിനകത്ത് വേണമെങ്കിൽ കറിയായിട്ട് നമുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിക്കൻ കപ്പ ബിരിയാണി ആക്കി മാറ്റാം. മുട്ടയാണ് ആഡ് ചെയ്തെങ്കിൽ മുട്ടയും കപ്പയും ചോറും കൂടെ ചേർന്ന് മുട്ട കപ്പ ബിരിയാണി ആക്കാം. ഇതിനകത്ത് ഇട്ടിരിക്കുന്ന മഞ്ഞളൊക്കെ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾ, മസാല, മുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് വേവിച്ചതാണിത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ചിക്കൻ കറി വേണമെങ്കിൽ ആഡ് ചെയ്യാം, മുട്ടക്കറി വേണമെങ്കിൽ ആഡ് ചെയ്യാം, മുട്ട ഫ്രൈ, റോസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിൻ്റെ ഒരു പുതിയ സംഭവമായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു തെറ്റിപ്പോയി. 2 നാഴി അരി, 1 കപ്പ ഫുള്ള്, ഒരു 200 കപ്പ്, 1 കിലോ 200 ഗ്രാമുള്ള ഒരു കപ്പയും കൂടി ചേർത്ത് ആണിത് വെച്ചത്. ഇപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാം ഇതെങ്ങനെയുണ്ട്. കപ്പ ചോറിനകത്ത് ഇടാൻ വേണ്ടി ഞാൻ മുട്ട റോസ്റ്റ് ചെയ്തു. ഒരു 3 സവാള എടുത്തിട്ട് അത് എണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് മുട്ടയും എണ്ണ തിളപ്പിച്ചതിനകത്തിട്ട് ഫ്രൈ ആക്കി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ ഇങ്ങനൊരു സംഭവം കിട്ടി. ഇത് നമുക്കിനി ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗ് കപ്പ ബിരിയാണി ആക്കി മാറ്റാം. ആവശ്യത്തിന് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട്. കപ്പയാണ്, ഗ്യാസ് കയറിയ പ്രശ്നമാണ്, അതുകൊണ്ട് വെളുത്തുള്ളി ഇടണം. എൻ്റെ മുളകൊക്കെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ച് ഇട്ടാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ വെച്ച് നോക്കിയിട്ട് ഇതിന് മുട്ടയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ചിക്കൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ചിക്കൻ ഫ്രൈ ചെയ്തോ ചില്ലി ആക്കിയോ റോസ്റ്റ് ആക്കിയോ ഒക്കെ ഇതിനകത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷേ ഗ്യാസ് കയറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1700 കൂടുതൽ വീഡിയോസ് ഉണ്ട്. 1276 സോങ്സ് ഉണ്ട്. ഞാൻ തന്നെ കമ്പോസ് ചെയ്ത് എഴുതിയതും പാടിയതും എല്ലാം ചെയ്തത് ഞാൻ തന്നെ. റെജി മാത്യു 55 1972 പൊൻഡ്രയിൽ. അത് ഒരാളെ ഉള്ളൂ ഈ ഭൂമിയിൽ. റെജി മാത്യു 55 1972 പൊൻഡ്രയിൽ. എൻ്റെ ചാനൽ ഐ ഡി റെജി IPS. വേറെ ചാനലുള്ളത് റെജി മാത്യു പൊൻഡ്ര. വൺ മോർ ചാനൽ ഇസ് ദ റെജി മാത്യു .പൊൻഡ്ര. അപ്പോൾ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, ഷെയർ ചെയ്യുക. അങ്ങനെ ഇത് വെച്ച് നോക്കുക. ഗ്യാസ് കയറാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.